ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതായത് ഷവർമ ഷോർട്സ് അല്ലെങ്കിൽ ഷവർമ ബൈറ്റ്സ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ബോൺലെസ് ചിക്കൻ വളരെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഊറ്റി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. വെള്ളമൊക്കെ വാർന്ന ചിക്കൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഒനിയൻ പൗഡർ, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ അറബിക് മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ, 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതും 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ വിനേഗർ, 4 ടേബിൾ സ്പൂൺ തൈര്. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ തൈരിലും ഇത്രയും അധികം ചേർത്തതുകൊണ്ട് തന്നെ ഈ ചിക്കൻ നല്ല പോലെ ജ്യൂസിയും ടേസ്റ്റിയുമായിട്ട് കിട്ടും. ഇതാ ഞാനിവിടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നിങ്ങൾക്ക് എത്രത്തോളം സമയമുണ്ട് അത്രയും വെച്ചു കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ തീയിൽ തന്നെ മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. 12 മിനിറ്റാണ് ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമുള്ള ടൈം. അതിനിടയിൽ 1-2 പ്രാവശ്യം നല്ലപോലെ ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. ദാ ഇവിടെ നന്നായിട്ട് ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി മിഡിൽ ഭാഗത്തൊരു കിണ്ണം വെച്ച് കൊടുത്ത് ഇതിലേക്ക് ചിരട്ടക്കനലോ ചാർക്കോളോ കത്തിച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇത് മൂടി വെക്കണം. ഇതിൻ്റെ സ്മോക്ക് ഉണ്ടല്ലോ പുറത്തൊന്നും പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂടി വെക്കേണ്ടത്. ഇനി 5 മിനിറ്റ് നമുക്ക് ഇതേപോലെ തന്നെ വെക്കാം. 5 മിനിറ്റിന് ശേഷം കനലെടുത്ത് മാറ്റാം. വേറൊരു പാത്രം ചൂടാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും അല്പം എണ്ണയിൽ വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1 ക്യാരറ്റ് ഉണ്ടല്ലോ നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ക്യാബേജിൻ്റെ 1/4 ഭാഗം വളരെ തിന്നായിട്ട് അരിഞ്ഞതും 1 സവാള വളരെ തിന്നായി അരിഞ്ഞതും ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. കൂടുതൽ സമയം വഴറ്റിയെടുക്കണ്ട. ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണുള്ളത്. പിന്നെ 1 ക്യാപ്സിക്കം, 1 തക്കാളിയുടെ അകത്തുള്ള പൾപ്പെല്ലാം കളഞ്ഞ് അതും കൂടി ചേർത്ത് വീണ്ടും ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തു. ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. നല്ല പോലെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതിന് മുമ്പായിട്ട് 1/2 ടീസ്പൂൺ വിനേഗറും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം. നമുക്ക് ആ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള മയോണൈസ് സോസ് ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള മയോണൈസാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വിനേഗറും ചേർത്ത് കൊടുത്തു. ഹോട്ട് സ്വീറ്റ് സോസ് വാങ്ങാൻ കിട്ടും. ഇത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ ഒരു സാഷെ ചേർത്ത് കൊടുത്തു. അപ്പം നിങ്ങളുടെ കയ്യിൽ ഹോട്ട് സോസ് ഇല്ല എങ്കിൽ ഇതിന് പകരമായിട്ട് തക്കാളിയുടെ സോസ് വാങ്ങാൻ കിട്ടുമല്ലോ, അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടി കുറച്ച് പെപ്പർ പൗഡറോ അല്ലെങ്കിൽ മുളക് പൊടിയോ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ ഇതിലേക്ക് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുത്തു. അതേപോലെ 1/2 ടീസ്പൂൺ ഒറിഗാനിയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് ചേർത്തതിന് ശേഷം ഇതിലേക്ക് മയോണൈസ് സോസ് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കണം. പിന്നെ ചിക്കൻ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചത് ചൂടാറിയിട്ടുണ്ട്. അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് മല്ലിയും ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് നമുക്ക് ഈ മസാല റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി പാനിപ്പൂരിയുടെ പൂരി ഉണ്ടല്ലോ അത് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും. അതെടുത്താൽ മതി. അതാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഇനി ഉണ്ടാക്കാനും പറ്റും. എന്നിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം വളരെ കുറച്ച് ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കണം.
ഇത് നല്ല വിശാലമായിട്ട് ഫ്രൈ ആവാനുള്ള സ്ഥലം ഉണ്ടാവണം. പിന്നെ ചെറിയ തീയിൽ വെച്ച് തന്നെ എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കളർ ചേഞ്ച് ആവും. എന്നിട്ട് നല്ലോണം തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം. ഇത് ബോൾ പോലെ ഉരുണ്ടതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗവും നല്ല ഒരുപോലെ കളറാക്കി എടുക്കാൻ കുറച്ച് മെനക്കെടാണ്. അപ്പോൾ നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇതാ ഇവിടെ ഞാനെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമുക്കെല്ലാം ഫ്രൈ ആക്കി എടുക്കണം. സാധാരണ എല്ലാവരും ഈ പൂരി വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് റെഡിമെയ്ഡ് ആയിട്ടുള്ള പൂരിയാണ്. അപ്പോൾ ഈ പൂരിക്ക് വേണ്ടത് റവയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മൈദ ഇട്ട് നല്ലപോലെ കുഴച്ചിട്ട് കുറച്ച് സമയം വെക്കണം. എന്നിട്ട് വലിയൊരു ചപ്പാത്തി പോലെ പരത്തി കുഞ്ഞു കുഞ്ഞായി കട്ട് ചെയ്തെടുത്താൽ മതി. ബോട്ടിലിൽ അതിൽ മൂടി വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ ഞാനിപ്പോൾ റെഡിമെയ്ഡ് വാങ്ങലാണ് പതിവ്. ഇതാകുമ്പോൾ 1 കിലോൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയാലുണ്ടല്ലോ നമുക്ക് കുറേ ദിവസത്തേക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ചെറിയ പാക്കറ്റ് വാങ്ങാൻ കിട്ടുന്നുണ്ട്. 200 ഗ്രാമാണോ എന്ന് എനിക്ക് അറിയില്ല, കറക്റ്റ് ഓർമ്മയില്ല. 37 രൂപയാണ് റേറ്റ് ഉള്ളത്. എന്നിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് ഓൾസ് ഇട്ട് കൊടുക്കണം, അതായത് ഒന്ന് പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഫില്ലിങ് നമുക്ക് ആവശ്യമുള്ള പോലെ വെച്ച് കൊടുക്കാം. അതിലെത്രത്തോളം കൊള്ളും അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഫില്ലിങ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ, ഇനി കുറച്ച് മതിയെങ്കിൽ കുറച്ച് വെച്ച് കൊടുത്താൽ മതി. പിന്നെ വീണ്ടും മുകളിലേക്ക് മയോണൈസ് ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഏറ്റവും മുകളിലായിട്ട് തക്കാളിയുടെ സോസ് ഉണ്ടല്ലോ അതൊരു ഭംഗിക്ക് വേണ്ടി ഒഴിച്ചു കൊടുക്കണം. ഇതിങ്ങനെയാണ് ഇത് അലങ്കരിച്ചെടുക്കേണ്ടത്. ഭയങ്കര ടേസ്റ്റാണ്, വളരെ സിമ്പിളാണ്. വെറൈറ്റി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പാനിപൂരിയേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.